ഗൈസ് അപ്പം നമുക്ക് ഇവിടെ ഇത്ര ഓൾറെഡി അപ്പം നമുക്ക് ഈ മീറ്റപ്പിന് തുടക്കം അല്ല മീറ്റപ്പ് അല്ല സത്യം പറഞ്ഞ ഇത് ഒന്ന് ഒരു ചെറിയ അല്ല അത് മലയാളത്തിൽ പറഞ്ഞ 4ാമത്തെ വർഷത്തെ കുടുംബയോഗം. അത് സത്യം അപ്പൊ ഈ മീറ്റപ്പിൽ പുതിയതായിട്ടുള്ള ഒരാളാണ് നമ്മുടെ മീറ്റപ്പിൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഗേ നിക്കുണ്ടോ നോണ്ടാടാ ആനിവേഴ്സറിക്ക് വേണ്ടി നമ്മൾ ഈ കുറ്റിക്കാട്ടിൽ ഒരു കേക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ സത്യം പറഞ്ഞ ഗൈസ് കേക്ക് കുട്ടിക്കാണ് സോറി മാറിപ്പോയി ഗൈസ്. കേക്ക് നമ്മൾ സർപ്രൈസ് ആയിട്ട് വെച്ചേക്കാണ്. വലിയ കേക്കാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. അതുകൊണ്ട് ഇച്ചിരി ചെറിയ കേക്കായി പോയി. നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. നിങ്ങളൊക്കെ ഒരു കാര്യം അറിയണം, ഇവര് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ കാട്ടിൽ നിന്ന്. എടാ ഒരാള് സംസാരിക്കും എന്റേതറിയില്ലേ ആ കുഴപ്പമില്ല, ഇഷ്ടം പോലെ പറയുന്നില്ലേ. ഇവര് റാവുമോനും ജിപ്സിയും ഒരുപാട് ജിപ്സിയും റാവുമോനും ഒരുപാട് കഷ്ടപ്പെട്ടു. നീ ഇവിടെ ഇത് തൊലിച്ചോണ്ടിരിക്കല്ലേ വലിയ കേക്കാണ്. അതിന്റെ ടീച്ചയുടെ എ ബാക്കി കൊണ്ടുപോയി. ഇല്ലെങ്കിൽ ലോഗോ കേക്ക് കട്ടേറില്ല കേക്ക്. അതെന്താ ബാക്കിൽ ആൽക്കഹോളൊക്കെ അപ്പം ഇത്ര ഇത് ഇവിടുത്തെ കെയർ ടേക്കർ ആണ്. ഹായ് ബ്രോ, പേര് പറയും ചാർലി. നമ്മളെ സ്വന്തം ചാർലി. നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. ഇതൊക്കെ പണ്ടത്തെ ടി കെ ആർ പിത്തെ മുതലായിട്ടാ ഗൈസ്. ഇതൊക്കെ ഓജിയാണ് കേട്ടോ. ഓജി ഇപ്പൊ ഇല്ല, ഇപ്പൊ റിട്ടയർഡായി. കയ്യിലിരിപ്പോണ്ട് റിട്ടയർഡായി. നമ്മളെ കേക്ക് വലിയ കേക്കാണ്. ഇതിന്റെ ഈ ടീച്ചർ ഇത് കൊണ്ടുപോയി കേട്ടാ. അതിന് വേറൊരു ഐഡിയ ഉണ്ട്. ആനയൊക്കെ അമ്മേന്ന് വിളിച്ചു തുടങ്ങിയ അത് കൊള്ളാലെ കളി. ഞാൻ മുറിക്കാം. കേക്ക് വിസാമ വന്നിട്ടില്ല. വിസാമിന്റെ ബസ് ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി. അതുകൊണ്ട് വിസാമ വന്നിട്ടില്ല. പയ്യൻ ഇപ്പൊ അവിടെ ഇരുന്ന് കാണുന്നുണ്ടാവും. അവ ഇറങ്ങാന്ന് വെച്ചാൽ അവന്റെ ബ്രേക്ക് ഡൗൺ ബസ് ബ്രേക്ക് ഡൗൺ ആയപ്പോൾ ടിക്കറ്റ് ക്യാൻസൽ ആയി. അതുകൊണ്ട് പിന്നെ അവന് വേറെ വണ്ടി എടുത്ത് വരാൻ പറ്റിയില്ല. സോ അതുകൊണ്ട് വിസാമില്ല. ക്രൈസ്റ്റിനൊക്കെ ബോധമില്ലെന്ന ഇവിടെ ഇത് കാണിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഞാൻ സീരിയസ്ലി കാര്യം പറയാലോ, കിഡിലെന്ന് വെച്ചോ കിഡിലൻ വ്യൂ ആണ് ഗൈസ്. ഇതിപ്പോ എങ്ങനെ ഇപ്പൊ കാണിച്ചു തരില്ല. രാവിലെ ഉണ്ടെങ്കിൽ കാണിച്ചു തരുന്നുണ്ട്. ഇത് കറക്റ്റ് നിങ്ങളല്ലേ ഗൈസ്? ഒരു സെക്കൻഡ്. ഈ അല്ല 4 കൊല്ലം പായില്ലേ, അതുകൊണ്ട് നിങ്ങളുടെ എന്നെ കാണിക്കണം. 4 കൊല്ലം ഇപ്പൊ നമ്മുടെ ഇല്ല 4 കൊല്ലം നമ്മുടെ ടീച്ചർ തുടങ്ങിയിട്ട്. അപ്പൊ ചാനിപ്പോ ടീച്ചറിനെ പറ്റിട്ട് ഇപ്പൊ 4 കൊണ്ടെങ്കിൽ എന്താണ് പറയാനുള്ളത്? 4 കൊല്ലായി ഇപ്പൊ ടി ജി ഒക്കെ അങ്ങ് തുടങ്ങിട്ട്. അപ്പൊ അല്ല സെറ്റ് തന്നെ. അപ്പൊ 4 കൊല്ലം കൊണ്ട് അതൊക്കെ കറക്റ്റാ മൈൻഡ് പോടാ.
ആ 4 കൊല്ലം കൊണ്ട് ഇച്ചാൻ എന്താ പറയാ? അല്ല ആദ്യം ഇച്ചാന്റെ പറ. കണ്ടി വരണ കണ്ടിട്ട് ഇച്ചാൻ എന്താ പറയാ? 4 years എന്ന് പറയുമ്പോ ഇവന്റെ മോൻ കാണണം. എടാ മിണ്ടാണ്ടിരിക്കണം. 4 കൊല്ലം ജേണി ഇച്ചാൻ എങ്ങനെയാണ് ഇമ്പാക്ട് ചെയ്തിരിക്കുന്നത്? മനസ്സിലായടാ. അല്ല എല്ലാരും ആക്ച്വലി നമ്മൾ ഈ ഒരു ഗെയിമിലോട്ട് വരുമ്പോ ഒന്നാം കാര്യം ഇത്രയും വർഷം ഈ ഒരു സാധനം പോകുന്ന നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അങ്ങനെ നമ്മൾ കുറെ ബ്രേക്കും കാര്യങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിലും ഈ ഒരു സാധനം ഇപ്പോഴും കൊണ്ടുപോകുന്നതിൽ ഒരു സന്തോഷമുണ്ട്. നീ പറയടാ. എല്ലാത്തിനും പുറമെ എക്സ്ക്ലൂസീവ് ഒന്നും കൊടുക്കാതെ പിന്നെ എന്താ പറയാ ഇത് ഇവിടെ ഇതൊക്കെ കേൾക്കത്തുള്ളൂ. കാരണം എല്ലാ എണ്ണം നല്ല രീതിയിൽ നിൽക്കുവാണ്, നല്ല ഫോമിലാണ്. പിന്നെന്താ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ മാന്യൻ. അല്ല അതിപ്പോ പിന്നെന്താണ് എന്നിട്ട് ഡോസ് കൊടുക്കാളാ പറ. പിന്നെന്താണ് കൊറേ നല്ല നല്ല മെമ്മറീസ് കിട്ടി. പിന്നെ ഈ പറഞ്ഞ പോലെ ബേസിക്കലി നാട്ടിൽ എന്താ പ്രശ്നമാണ് ഇങ്ങനെ എന്താ പ്രശ്നമാണ്? പിന്നെന്താ കൊറേ നല്ല ഫ്രണ്ട്സിനെ കിട്ടി, കുറച്ചൊക്കെ കമ്മിറ്റ്മെന്റ് ഉള്ള ആൾക്കാരെയൊക്കെ മനസ്സിലാക്കാൻ പറ്റി. മൊത്തത്തിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ സാധനം കൊണ്ടത് ഇങ്ങനെ ഒരു ഫാമിലി കിട്ടുമെന്ന് സത്യം പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അത്രക്ക് തന്നെ. പിന്നെ നമ്മൾ ലീഡർ പറയട്ടെ. കൊമ്പാച്ച 4 കൊല്ലം അതായത് ഇപ്പൊ 4ാമത്തെ കൊല്ലം ടീഷർട്ടൊക്കെ റെഡി ആക്കിയില്ലേ? ലൂക്കസ് കഴിച്ചത് അവിടെ. അല്ലല്ല നീ പറഞ്ഞോ. അങ്ങനെയാണ് എന്താ മുൻചാൻ എന്റെ അടുത്ത് ചോദിച്ചാ. 4 കൊല്ലായി 4 കൊല്ലം നമ്മൾ ഗ്യാങ് തുടങ്ങിയിട്ട് 4 കൊല്ലം കൊണ്ട് അത് പറ്റില്ല. ഇങ്ങോട്ട് നോക്കേ അവിടെ നോക്കിയാൽ അടി 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 4 കൊല്ലം നമ്മൾ ഗ്യാങ് തുടങ്ങിയിട്ട്. അപ്പൊ 4 കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് തോന്നിയ എക്സ്പീരിയൻസ്, അതേപോലെ നിങ്ങൾക്ക് തോന്നിയ എന്താ പറയാ ആ കാര്യങ്ങളൊക്കെ പറ. 4 കൊല്ലം. ഓക്കെ, ഈ 4 കൊല്ലത്തില് നമുക്ക് ഇരുന്ന് സംസാരിക്കും. നല്ലൊരു ഇതാണ് കേട്ടാ. എല്ലാം ഇരിക്കും. 4 കൊല്ലത്തില് ആക്ച്വലി എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. ഒരുപാട് ആൾക്കാരെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അല്ല പറയട്ടെ നമ്മുടെ ഗ്യാങ്ങിൽ ഇപ്പൊ വരുന്നൊരു പുതിയ മെമ്പർ ആണെങ്കിലും നമ്മുടെ ഗ്യാങ്ങിൽ നിന്ന് പുതിയ മെമ്പർ ആണെങ്കിലും പഴയ മെമ്പർ ആണെങ്കിലും നമ്മൾ ഒരേപോലെയാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഞാൻ അതേപോലെ ട്രീറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ പുതിയ മെമ്പർക്കാർക്ക് വന്നിട്ട് ഞാൻ അതേപോലെ ട്രീറ്റ് ചെയ്യുമ്പോ അവരിപ്പോ ചിലപ്പോ നെക്സ്റ്റ് മന്ത് ഇറങ്ങി പോയവരല്ല പറയുന്നത്, ഈ റിക്രൂട്ട് എടുക്കാൻ മുട്ടിക്കുന്നവരെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അതിന് വേറെ അവസരം ഞാൻ ഒരുക്കുന്നതായിരിക്കും. ചിലപ്പോ പോയേക്കാം. ഞാൻ കേട്ടെ അതിനുള്ള വേറെ ചാൻസ് ഒറ്റ മിനിറ്റ്. എടാ ഞാൻ പറയട്ടെ, സൗണ്ട് കുറവാണ്. എല്ലാരും ഇട്ട് ലഹളിച്ച് കഴിഞ്ഞാൽ ഒന്നും കേൾക്കത്തില്ല ആൾക്കാർക്ക്. ഇത് പറയട്ടെ, കൊമ്പിനെ പറയാനുള്ള കൊമ്പിനെ പറയട്ടെ. വേറെ എല്ലാരും ഈ 4 കൊല്ലത്തില് നമ്മുടെ കൂടെ നിന്നവരുണ്ട്, കുറെ പേര് നിന്നവരുണ്ട്, തുടക്കം മുതൽ നിന്നവരുണ്ട്, ഇപ്പോഴും നിൽക്കുന്നവരുണ്ട്. അതിനകത്ത് എനിക്ക് ആൾക്കാരെ എടുത്തു പറയാൻ താല്പര്യമില്ല. ആൾക്കാരെ എടുത്തു പറഞ്ഞാൽ ചിലപ്പോ ബാക്കിയുള്ളവർക്ക് പുതിയതായിട്ട് വന്ന മെമ്പേഴ്സിന് ചിലപ്പോ പാടടിക്കും. എന്നടാ അവർക്ക് വേറെ ഉണ്ട്, അവർക്ക് വേറെ ഉണ്ട്. ആൾക്കാർ ഞാൻ എടുത്തു പറയാനില്ല.
ആൾക്കാർ എടുത്തു പറയുന്നില്ല. പക്ഷെ നമ്മുടെ കൂടെ നിൽക്കുന്നവരും ഇപ്പൊ നമുക്ക് എത്ര ആരൊക്കെ നമ്മുടെ കൂടെ നിൽക്കുമെന്നും ഈ 4 കൊല്ലം സെക്യൂരിറ്റി പണി താഴെ പോയിട്ട് പേരൊക്കെ അത് എല്ലാവർക്കും ഗ്രിഗറിയാണ് ഇട്ടത്. ഗ്രിഗർ എല്ലാരും നല്ല ഫോമിലാണല്ലോ. അത് അപ്പൊ നിക്കുന്നവരാരാണ് ഇനിയിപ്പോ ഇവൻ എത്ര വലിയ ഗ്യാങ്ങിൽ വന്നാലും എത്ര വലിയ ഗ്യാങ്ങിൽ വന്നാലും അങ്ങോട്ട് പോവില്ല എന്ന് ഉറപ്പുള്ള ആൾക്കാരുടെ കാര്യം എന്റെ മനസ്സിലുണ്ട്. അത് ഞാൻ ആരൊക്കെയാണെന്നൊന്നും പറയത്തില്ല, അത് എന്റെ മനസ്സിലുണ്ട്. അപ്പൊ നമ്മൾ ഇത് കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് കുറെ എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്, കുറെ പിന്നീന്ന് കുത്തലും കിട്ടിയിട്ടുണ്ട്. എല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ പുതിയ നമുക്ക് അങ്ങനെ വ്യത്യാസങ്ങൾ കാണിക്കാതെ ഞാൻ വെച്ചാൽ എല്ലാരെ ഒരുപോലെ ട്രീറ്റ് ചെയ്തുകൊണ്ട് കിട്ടിയ ഒരു കുത്തലാണ്. അതെനിക്ക് കുഴപ്പമില്ല. എനിക്ക് കുറെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെനിക്കൊരു കുഴപ്പമില്ല. പിന്നെന്താ പറയണ്ടേ, പിന്നെ അത് മതി, അതിൽ നിർത്തുന്നതായിരിക്കും നല്ലത്. എന്തായാലും 4ാമത്തെ വർഷത്തില് ഞാനൊരു ഭയങ്കര സന്തോഷമാണ്. എനിക്ക് 4ാമത്തെ വർഷം കൂടാൻ പറ്റിയത് ഞാൻ ഭയങ്കര സന്തോഷമാണ്. ഇനി ഞാൻ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ TJ എന്ന് പറഞ്ഞൊരു ഗ്യാങ് എത്ര കൊല്ലം നിലനിൽക്കുന്നോ അത്രയും കൊല്ലം അതിന്റെ ഒപ്പം ഞാൻ ഇപ്പൊ ഇവൻ ഏത് സ്റ്റേജിലാണെങ്കിലും അതിന്റെ ഒപ്പം ഞാൻ ഉണ്ടാവും എന്നൊരു വാക്ക് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നെക്സ്റ്റ് നിങ്ങൾ എങ്ങനെ അടി ഉണ്ടാക്കാതാ? എടാ ഇങ്ങോട്ടാ ജിപ്സി ഇടാ, ഡൗൺ തോത്ത് ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ടോ. ഇനായത്തിന് വലിയ ആഗ്രഹമുണ്ട്. സത്യം പറഞ്ഞ 12 ബാർബി കയറുന്നു എന്റെ കൂടെ ഇനായത്തുണ്ടായിരുന്നു. നീയൊക്കെ ഞാനില്ലാതെ ഭയങ്കര ലൂക്കസിനോടൊക്കെ എല്ലായിടത്തും ചോദിക്കാം. ലൂക്കസിന്റെ അടുത്ത് നമുക്ക് മീറ്റപ്പിനെ പറ്റി അഭിപ്രായം ചോദിക്കാം. ലൂക്കസ് ഇപ്പൊ വന്നിട്ടല്ലോ. ജിപ്സി ഇന്നാക്റ്റീവ് കോളിഡർ എന്ന നിലയ്ക്ക് 2 വാക്ക്. ശുഭം. പറ. ഇത് നല്ലൊരു ഇതാണ്. മീറ്റപ്പിനെ പറ്റിയല്ല നമുക്ക് ഗാങ്ങിനെ. അതെ, എടാ മൈര്യം ഉണ്ടായി. ചില ആൾക്കാർ കാണും, പക്ഷെ അടുത്ത സമയത്ത് ആൾക്കാർ കാണില്ല. അപ്പൊ അതൊക്കെ ഒരു ഇതാണ്. ഇപ്പൊ നമ്മളെ മാടൻ പോയി ഇതൊക്കെ അതല്ല നമ്മളെ ഗാങ്ങിനെ പറ്റി. ഗാങ് അല്ല, അവന് ഗാങ് അല്ല, അവൻ മീറ്റപ്പിനെ പറ്റിയാ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇച്ചായ ഒക്കെ പക്കാടി, ഇച്ചായനൊക്കെ പക്കാടി ഉണ്ട്. ജിപ്സിക്ക് കൊടുത്തില്ലേ കുപ്പിന്ന ജിപ്സി? ഞാൻ പറഞ്ഞേ ജിപ്സി മീറ്റപ്പിനെ പറ്റി പറഞ്ഞത്. എനിത്തിങ് എൽസ് ജിപ്സി? എനിത്തിങ് എൽസ് ഒന്നുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇനിയിപ്പോ ഇവിടെ തന്നെ തുടങ്ങാം. ഓക്കെ 2 കൊണ നല്ലൊരു മീറ്റപ്പിനെ പറ്റി. മീറ്റപ്പ് നല്ല പറയുകയാണെങ്കിൽ 3 കൊല്ലം ഈ ഗ്യാങ്ങിൽ കളിച്ചു, ഇടയ്ക്ക് ഒരു വേറെ ഗ്യാങ്ങിലും കളിച്ചു, എന്നിട്ട് പിന്നെയും കളിച്ചു. മൊത്തത്തിൽ ഒരു അറിയാത്ത ആൾക്കാർ കുറച്ച് പേരുണ്ടെന്ന് തോന്നുന്നു. അത് ഞാൻ പറഞ്ഞുതരാം. ആക്ച്വലി TJ എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും നിർത്തിയൊരു ടൈം ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് അറിയാം. ആ ടൈമില് കുറച്ച് പ്രശ്നങ്ങൾ 40G ആയ ടൈമിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അവൻ മെന്റലി ശരിയാവാത്തോണ്ടാണ് അവൻ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ് അവൻ KVL കയറിയത്. ആൻഡ് ഞാൻ അപ്പൊ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ നീ തിരിച്ചു വന്നാൽ മതി, നീ അതുവരെ അവിടെ കളിച്ചോളാൻ പറഞ്ഞു. നമ്മളെപ്പോൾ തിരിച്ചു വന്നോ അതേപടി അവൻ തിരിച്ചു വന്നിട്ടുണ്ട്. ക്ലിയർ ആക്കി തന്നു. അല്ല, ഞാൻ പറഞ്ഞു നമ്മൾ വരുന്നെന്ന് പറഞ്ഞിട്ടാണ് അവൻ തിരിച്ചു വന്നത്. Okay, അപ്പൊ നെക്സ്റ്റ് റാമോൻ, come on.
അതിപ്പം ഞാനും കേറിട്ട് 3 കൊല്ലമായി 4 കൊല്ലമായിട്ട് രാമനെ ഹോസ്റ്റേജ് ആയിട്ട് എടുത്തോണ്ടെന്നറിയാമോ ബർത്ത്ഡേക്ക് ആ സർപ്രൈസ് ആയിരുന്നു. അല്ല അപ്പൊ ഇന്ന് ബർത്ത്ഡേ ആണോ അതെന്താ ഓ അതിരടി വൈബാഡ് ആ ഓക്കെ ഇല്ല ഓ മാറി ഞാൻ ആനിവേഴ്സറി ചോദിച്ചത് ഓക്കെ ഞാനും കേറിട്ട് 3 കൊല്ലമായി. 3 കൊല്ലമായിട്ട് ഇപ്പൊ ഒരു 7 ദിവസത്തോടെ കഴിഞ്ഞ്. സോ ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ദിസ് ഫാമിലി. ഇനിയും ടീച്ചേഴ്സ് ഉണ്ടോ അത് നമ്മളിവിടെ കാണും. അത്രേ ഉള്ളൂ. ഓക്കെ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട്. ടീച്ചേഴ്സാ എന്താ അടിച്ച ആരടിച്ച് എന്തടിച്ച് ഏത് ടീച്ചർ എല്ലാരും ചോദിക്കുന്നുള്ളൂ അതിനെന്ത് ടീച്ചറിന്റെ കാര്യം പറയുന്നത് ആൽക്കഹോൾ ഈസ് ഇഞ്ചറിങ് ടു ഹെൽത്ത് അതുകൊണ്ട് നമ്മൾ അടിച്ചിട്ടില്ല എന്താ മോനെ എടാ മയില് അത് പൊളിച്ചോ എടാ കൊലയാടി റിസോർട്ടിന്റെ ആലയെ പൊളിച്ചോ ഇതൊക്കെ ഏത് എക്സ്പെൻസീവ് എടാ ഇതൊക്കെ ഏത് എക്സ്പെൻസീവ് അതാണ് ഞാൻ ഓക്കെ സോ ഒന്നുമില്ല എന്താടാ പണ നല്ലൊരു മയില് കാലൊന്നും കാണിക്കില്ല എക്സ്ക്ലൂസീവ് ആയി പോകും എടാ 3 വർഷത്തിനെ പറ്റി എപ്പോഴും എവിടെ ആരെടുക്കും എവിടെ പോയാല് അപ്പൊ നീ അതല്ല പറയണ്ട ഗാങ്ങിനെ പറ്റി പറ നിന്റെ കുഴപ്പം പറ്റി പറയാനല്ലേ പറഞ്ഞത് ഗ്യാങ് എന്ന് പറഞ്ഞ ഒരു കുടുംബമാണ്. ഓ ഫ്രഷേ അതോളാ അടുത്തത് കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഷ്പവാക്കി പറയും. ഓക്കെ ഗൈസ് നമ്മൾ വേറൊരാളായിട്ട് പോവാണ് ആക്ച്വലി മീറ്റപ്പിന് അത്രയും ഫ്രണ്ടിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ഇൻട്രസ്റ്റ് കാണിച്ചിട്ട് ഉച്ച ഒന്ന് നമ്മളിവിടെ എത്തിയപ്പോ ഗൈസ് ഓൾറെഡി ഓൾമോസ്റ്റ് 3 മണിയൊക്കെ കഴിഞ്ഞു ഇവിടെ എത്തിയപ്പോ തന്നെ 3 മണി ആയിരുന്നു 3 മണി കഴിഞ്ഞ് ഒരു 4:30 ആകുമ്പോ പുഷ്പ കിടന്ന് ഉറങ്ങിയതാണ് ഇപ്പൊ സമയം ഊപ്പിക്കോ ഓക്കെ അപ്പൊ അത്രയും സമയമായിട്ട് പുഷ്പ ഇപ്പോഴാണ് എണീച്ചത് സത്യം പറഞ്ഞാൽ ഒരു ദിവസം വെറുതെ കളഞ്ഞു നീ പറ എന്താണ് ഇതിനെ പറ്റി നിനക്ക് പറയാനുള്ളത് നമ്മുടെ ഗാങ്ങിനെ പറ്റി പറ ഇന്നത്തെ ഒരു ദിവസം വാ കുഴയൊന്നുമില്ല പൊട അടിച്ച് വാ പറ പുഷ്പേ അല്ല വധൂരി പറ വല്ലതും മയിലേ വളരെ നല്ലൊരു ഗ്യാങ്ങാണ്. ഫ്രണ്ട്സിനെ കിട്ടി. പിന്നെന്താ പറയാ ഇത്രയുള്ള ആരാണ് എവിടാ ഡ്രസ് ഇട്ടിട്ടില്ലേ എന്നാ ഊരിട്ട് വന്ന് ഞാൻ കുറച്ച് എക്സ്ക്ലൂസീവ് എടുക്കട്ടെ ബാബാ ഷോക്കറെ കമോൺ ഷോക്കർ അറിയാലോ നമ്മുടെ കൂടെ ഓൾമോസ്റ്റ് എവിടെ ഏത് സിറ്റിന്നായിരുന്നു എടാ അത് സന്തോഷടാ അല്ല NRP അല്ല ആണോ ഓഡിയൻസ് ഓക്കെ വാട്ടർ എന്തായാലും നമ്മളെ സിറ്റി എല്ലാ പ്രശ്നം അത് വിട് നമ്മളെ കൂടെ ഇപ്പോഴും ഓൾമോസ്റ്റ് പണ്ടത്തെ പ്ലെയർ എന്ന് ഇരിക്കും ഏറ്റവും ഓൾഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലെയറും കൂടാണ് നമ്മളെ ഇവനും ഉണ്ടല്ലോ ഓക്കെ സോ സ്റ്റോക്കർ എന്താണ് ഇതിനെ പറ്റി പറയാനുള്ളത് അല്ലേ സൈലൻസ് നീ പറഞ്ഞോ 4 കൊല്ലമായിട്ട് ഇതുവരെ കൊണ്ടുപോകുന്ന കൊമ്പാച്ചിനടുത്തും ഉച്ചാനടുത്തും പിന്നെ സഹപ്രവർത്തകർക്കും
മെമ്പേഴ്സ് എന്ന് പറയാൻ പറ്റത്തില്ല. ആ ഓക്കെ മെമ്പേഴ്സ് പോയിട്ട് സഹോദരങ്ങൾ ഓക്കെ. അവരെല്ലാരും കൂടെ ഉണ്ടായിട്ടാണ് ഇതുവരെ 5-ാം കൊല്ലം സ്റ്റാർട്ട് ചെയ്തതാണ്. ഇന്നോട്ട് 5-ാമത്തെ കൊല്ലം സ്റ്റാർട്ട് ചെയ്ത് ഞാൻ അതിന്റെ ഒരു ഭാഗമായോണ്ട് സന്തോഷമുണ്ട്. ഞാനും എന്താ പറയാ ഒരു ഫാമിലിയാണ്. അതിപ്പോ അകത്തായിക്കോട്ടെ പുറത്തായിക്കോട്ടെ. എനിക്ക് എന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുമ്പോ TGA ഒരിക്കലും ഒരു ഇൻ ഗെയിം ഗ്യാങ് ആയിട്ടല്ല. മിക്ക ഗ്യാങ്സിനും അറിയാതെ TGA എന്ന് പറയുമ്പോ പുറത്തും അത് റിയൽ ഗ്യാങ് ആണ്. അല്ലല്ല അങ്ങനെയല്ല, ഒരു വെടിവെപ്പല്ല പറഞ്ഞത്. ആക്ഷനൊക്കെ പോകുന്നു, ആക്ഷനൊക്കെ വരുന്നുണ്ട് കേട്ടാ. ആക്ഷൻ വേണ്ട. ഒരു ഫാമിലി കണക്കാണ് നമ്മള് പോകുന്നത്. അല്ലാണ്ട് ഈ പറയുന്ന ഗെയിമിലാണ് വെടിയപ്പോ അതിനകത്തുള്ള സംഭവങ്ങളൊന്നും അല്ല. ഞങ്ങളോട്ട് പൊക്കോട്ടെ. ഞാനും ഉണ്ടായതിന്റെ ഭാഗമായിട്ട് നിങ്ങളും ഉണ്ടാവും, കാണുന്ന എല്ലാവരും ഉണ്ടാവണം. അത്രേ ഉള്ളൂ. അല്ലെ ഇനി എന്തൊക്കെ ഡൗൺഫാൾ ആയാലും അപ്സൈഡ് ആയാലും എന്തൊക്കെ ഉണ്ടായാലും നിങ്ങൾ കൂടെ ഉണ്ടാവുന്ന വിശ്വാസമുണ്ട്. സോ ഹാപ്പി ഗുഡ് സ്പീച്ച്, ഗുഡ് സ്പീച്ച്. കെയർ ടേക്കർ ഇങ്ങ് വാ, ചോദിക്കട്ടെ. വാ ഇന്ന് വാടാ രാസ, ഇങ്ങോട്ട് വാ. സമയം നീ ആര്? നമ്മളെ പൊണ്ടാട്ടികളാ. സമയത്തിനിരിക്കെ പറഞ്ഞാണെന്ന്. ആ എണീച്ചേക്ക്. അറ്റൻഷൻ പറ. ആക്ച്വലി ഇപ്പൊ 4 year ആയി TGA പെർഫോം ചെയ്തിട്ട്. അപ്പൊ ഇപ്പൊ അതിന്റെ ഇടയിൽ കുറെ പേര് വന്ന് കുറെ പേര് പോയി. അല്ല പറയട്ടാ, കുറെ പേര് പോയി. ബട്ട് ഇപ്പോഴും സ്റ്റില്ലായിട്ട് നിൽക്കുന്ന കുറെ പേരുണ്ട്. ഇപ്പൊ ആ ടൈം തൊട്ടേ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ സ്റ്റാർട്ടിങ് തൊട്ടേ ഇപ്പൊ ഊക്കറ് അല്ല പറയട്ടാ അങ്ങനെ തൊട്ടേ നിൽക്കുന്ന ആൾക്കാര് തൊട്ട് നമ്മുടെ ഇവിടെ പറയട്ടെ ആ ടൈം തൊട്ട് നിൽക്കുന്ന ആൾക്കാര് അത്രയും കമ്മിറ്റ്മെന്റ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോഴും. അപ്പൊ TGA എന്ന് പറഞ്ഞ ഗ്യാങ് ഒരിക്കലും മറ്റേ എന്താ പറയാ ഗൺ പവർ വൈസോ അല്ലെ ഇപ്പൊ എന്താ പറയാ ഈ ഗെയിം സെൻസ് വൈസോ ഉണ്ടാക്കിയതല്ല. ലൈക്ക് അവര് ഇവിടെ നിന്ന് അത്രയും എന്താ പറയാ ഈ ഒരു ഗ്യാങ്ങിന് വേണ്ടിയിട്ട് കമ്മിറ്റ്മെന്റോട് കൂടെ എല്ലാവരും നിൽക്കുന്ന ഫോർത്ത് ഇയർ ആണ് ഇപ്പൊ നടക്കാൻ പോകുന്നത്. ഇനി 5th year 6th year 7th year എല്ലാവരും മരണം വരെ. ഓക്കെ ഓക്കെ ഓക്കെ. എന്താ ചാർലി ഇവിടെ പോടാ. ചാർലിടാ നിന്റെ കോമഡി ഇവിടെ പറഞ്ഞു പോടാ. പറ എന്താ കോമഡി എന്താ? അത് പറ, ചിരിക്കാതെ. അയ്യോ ആക്ച്വലി ചാർലി പറഞ്ഞ ആള് ഗ്യാങ്ങിലില്ല. പക്ഷെ അപ്പൊ കാണൂടാ. അപ്പൊ അല്ല ഗ്യാങ്ങിലില്ലാതെ ഗ്യാങ്ങിന് പുറത്ത് നിന്നിട്ട് നോക്കി കാണുന്ന ഒരു വ്യൂ ആണ് നമ്മളിപ്പോ പറയാൻ പോകുന്നത്. പണ എന്താണ്? അല്ല അതല്ല ചോദിച്ചേ. നീ ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട്, അതായത് നീ ഇപ്പൊ കൊറേ ഗ്യാങ്ങിൽ കളിച്ചിട്ടുണ്ട്. നീ പിന്നെ മുന്നേ ഗ്യാങ് കളിച്ചിട്ടുണ്ട്, DC കളിച്ചിട്ടുണ്ട്. അതിന് മുന്നേ മറ്റേ എന്തായിരുന്നു വേറെ ഗ്യാങ് കാര്യങ്ങൾ കളിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് TGA എന്താണ് കോൺട്രവേഴ്സി ആക്കും. ചോദ്യമല്ല, നീ പുറത്തു നിന്ന് നോക്കുന്ന ഒരാളല്ലേ ഞങ്ങളുടെ ഗ്യാങ്ങിന്. ഇവരെന്താണ് ഇങ്ങനെ ഒരു കൊറേ മൈരന്മാര് ഒരുമിച്ച് ലൈവ് ഇട്ട് അപരാധം പറഞ്ഞിരിക്കുന്നത്. എന്താണ് എന്തെങ്കിലും സംസാരിക്കാം? ഇവരുടെ ടീം തമ്മിൽ നമ്മൾ സിംഗ് ഇല്ല. പക്ഷെ ഇവര് റിയൽ ലൈഫ് നോക്കിയാൽ അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണ്. നിങ്ങൾക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് ആണ്. സത്യമല്ലേ? അത് മാത്രമല്ല, അത് എന്തുകൊണ്ട് നീ ഞങ്ങളുടെ കൂടി മീറ്റപ്പിലൂടെ വന്നു, അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. എങ്ങനെയാണ് നമ്മളെ മനസ്സിലാക്കിയത്? അത് ഞാൻ പുഷ്പ വിളിച്ചപ്പോ കേറിയതാണ്. ആക്ച്വലി പുഷ്പയുടെ അടുത്തൊരു ഫ്രണ്ടാണ് ചാർലി.
പിന്നെ ചെറിയ ചെറിയ മീറ്റപ്പിൽ ഞാനും ചെറിയ മീറ്റപ്പ് ഞാനും ചാർലിയൊക്കെ ഒരുമിച്ച് നടത്തിയിട്ടുണ്ട്. എന്നാലും ഒരുമിച്ചുണ്ടായിരുന്നു. എന്നാലും ചാർലി ഈ മീറ്റപ്പിന് വരാനുള്ള കാരണമാണ് നീ പറയുന്നത്. എക്സ്ക്ലൂസീവ് ആയി കിട്ടൂല. എനിക്കറിയാം പെണ്ണാ ആക്ച്വലി അതിന് പെണ്ണ് സെറ്റാക്കാവുന്നതാ. സോ അപ്പം നെക്സ്റ്റ് നമുക്ക് ടാർസന്റെ കൂടെ കഴിഞ്ഞ ടാർസൻ മുന്നോട്ട് പോവാം. ടാർസൻ ഉദ്ദേശം ഞാൻ പറഞ്ഞുതരാം. കുട്ടിക്കാലത്തൊരു സ്പാ ഭാഗത്തോട്ട് ലൂക്കസേ ആ പറഞ്ഞോ അവിടെ ഭയങ്കര ലഹള കഴിച്ചു, അതുകൊണ്ട് അങ്ങോട്ട് വന്നു. ഫസ്റ്റ് മീറ്റ് എന്താ പറഞ്ഞറിയോ, കുട്ടിക്കാലത്ത് സ്പാ ഉണ്ട്. അതിന് പറഞ്ഞാണ് ഇല്ല ചോദിക്കണം. കുട്ടിക്കാലത്ത് സ്പാവിന് വേണ്ടി നീ പറഞ്ഞില്ലേ? എടാ അവിടുന്ന് ഇങ്ങോട്ട് വന്ന് നിങ്ങൾ സൗണ്ട് ഉണ്ടാക്കിയാണ് ബാബുട്ടിയുടെ അവിടെ നിന്ന്. ആ സംഭവം 4 കൊല്ലം ഞാൻ അവിടെ നിൽക്കുന്നത്. അപ്പൊ എന്റെ ഡൗൺ ടോർത്തിലും എന്റെ ഉയർച്ചയിലും ഇവരെപ്പം തന്നെ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് എത്തേണ്ട ആളല്ല, ഇവിടെ നിന്ന് നിൽക്കേണ്ട ആളല്ല. സത്യം പറഞ്ഞാൽ എന്റെ ലൈഫിൽ ഒരു സൂയിസൈഡ് സിറ്റുവേഷൻ ആയിരുന്നു. ആ ടൈമിൽ ഒപ്പം ആൾക്കാരെ അത് ശരിക്കും ഞാൻ ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭയങ്കര സിറ്റുവേഷനിലാണ്. ആ ടൈമിലും എനിക്കിപ്പോ ഞാൻ ഒരിക്കലും ഈ മീറ്റപ്പിൽ വരുന്നത് വിചാരിച്ചല്ല. ആ ടൈമിൽ എന്നെ കൂടുന്ന ആൾക്കാരാണ്. അതായത് അത് എനിക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല, അത് അത്രയും ഭയങ്കര സീരിയസ് സിറ്റുവേഷനാണ്. അതിനിടെ വരെ ഒപ്പം നിന്ന് എൻ്റെ ഒരു സെക്കൻഡ് ഫാമിലിയാണ് ടീച്ചർ. എനിക്ക് അത്ര എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ മീറ്റ്? അപ്പൊ ഇതാണ് ലൂക്കസ്. സോ നമ്മുടെ മീറ്റപ്പിൽ ആദ്യമായിട്ട് ഗാങ് ചെയ്ത് എത്രയാടാ? 2 മാസം. അറിയില്ലാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം, ഇതൊരു സൗണ്ട് എഞ്ചിനീയർ ആണ്. സിനിമയിലൊക്കെ കുറെ വർക്ക് ചെയ്തിട്ടുണ്ട്. ബിഗ് ബോസ് സത്യം കേട്ടോ കഴിച്ചു. ഞാൻ ഇന്ന് ഇവനെ കണ്ടപ്പോ ഞാൻ ഇവരുടെ പറഞ്ഞുള്ളൂ, ബിഗ് ബോസിനെ മറ്റേ ആ കള്ളം പറഞ്ഞ ഇനിയിപ്പോ നമ്മുടെ ഒരു ഗ്യാങ്ങിനെ എങ്ങനെ വിലയിരുത്തും? തൊട്ടിക്കൂട്ടം ആ വയറ് റിയൽ ലൈഫിലേക്ക് വന്നപ്പോ നമ്മുടെ ഗ്യാങ്ങിനെ എങ്ങനെ ഫസ്റ്റത്തെ മീറ്റപ്പാണ്. അപ്പൊ എനിക്ക് ഇതില് ജോയിൻ ചെയ്യണമെന്നുണ്ട്. എന്നുവെച്ചാൽ അങ്ങനെ ജോയിൻ ചെയ്യണമെന്നല്ല, എനിക്ക് ഇവിടെ നല്ല ബോൾഡായിട്ട് നല്ല കമ്പനി ആയിട്ട് നല്ല രീതിയിൽ നിൽക്കണമെന്നുണ്ട്. ലൂക്കസിന്റെ നാക്കൊക്കെ കൊഴിയുന്നുണ്ടല്ലോ. ലൂക്കസിന്റെ നാക്കൊക്കെ കൊഴിയുന്നുണ്ടല്ലോ. ഓക്കെ. അപ്പം ഈ ഒരു നമ്മുടെ പുറമേ കാണുന്നതും ഈ അകത്തു നിന്നുള്ള ഒരു ഞാൻ പുറമേ എനിക്കൊരു നല്ലൊരു ഫാമിലിയും നല്ലൊരു എന്താ പറയാ ടീമിൽ നല്ല രീതിയിൽ എടാ ഒറ്റ സംസാരിക്കുള്ള വരി പോവാ. ലാലേട്ടനോ അതൊക്കെ അങ്ങ് വെളിയില് ചെല്ല്. നല്ലൊരു ഫാമിലിയിൽ കയറണമെന്നുണ്ടായിരുന്നു. അപ്പൊ അതിലൊരു തീരുമാനമായത്. പുറമേന്ന് നോക്കി കാണുന്ന ടിജിയും അകത്ത് കയറിയിട്ടുള്ള ടിജിയും തമ്മിലുള്ള വ്യത്യാസം. നീ കുപ്പി മാറ്റിയത് അവര് കണ്ടില്ലെന്ന് പറയണേന്ന് പറയാൻ പറഞ്ഞു. പുറമേന്ന് കാണുന്ന ടിജിയും പുറമേ കാണുമ്പോ നമുക്ക് എന്താ പറയാ പുറമേന്ന് കാണുമ്പോ എല്ലാം മൈരന്മാരെന്ന്. നമ്മുടെ ലാസ്റ്റത്തെ പ്രീവാറിലൊക്കെ ഉണ്ടായിരുന്നു പയ്യെ. നമ്മൾ റിക്രൂട്ട്മെന്റ് എടുക്കുന്ന ടൈമില് KVP യിലായിരുന്നു. പിന്നെ ഈ വ്യക്തി ജസ്റ്റ്
ജിപ്സി എടാ ഒന്നുമില്ല, നീ റിയൽ മീൻസ് ഗെയിമിൽ കാണുമ്പോൾ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമ്മളെ തമ്മിലുള്ള വ്യത്യാസം. That's it. ഞാൻ അവിടെ അല്ലടാ, ഇവിടെ. അങ്ങനെ ഇരിക്കാനാ നീ പറയുന്ന കേൾക്കാനല്ലോ എടുക്കുന്നു പറ. പുറമേ കാണുമ്പോ നമ്മൾ വിചാരിക്കും അത്യാവശ്യം എല്ലാരും നല്ല ആറ്റിറ്റ്യൂഡ് പരിപാടിയൊക്കെ വിചാരിക്കും. എടാ പൊലയാടികളെ ഞാനൊരു കാര്യം പറയാം, വെളിയിറങ്ങിയില്ല നീയൊക്കെ. പുറമേ കാണുമ്പോ എല്ലാരും ടഫാന്ന് വിചാരിക്കും. വാ ഇങ്ങോട്ടില്ലേ ഇറങ്ങ്. അത് ലോക്ക് ചെയ്തിട്ട് പുറമേ കാണുമ്പോ എന്താ പറയാ നീ പാടിയോ? ഇതൊക്കെ ഇത് എവിടെ കൂടെ കേറി വരുന്ന മൈസൂഷു? ഇവിടെ ഡോർ ഉണ്ടായിരുന്ന എതിലൂടെയൊക്കെയാണാ നീ കേറി? അറക്കാനോ? ഇതിന്റെ കേക്കാണിത്. പോടോ മൈരേ. അതാണ് ഈ കിടന്ന പറ. ആർക്കെന്താ പറയണ്ടെന്ന്? പുറമേ കാണുമ്പോ നമ്മള് അലമ്പ് ആൾക്കാരെ വിചാരിക്കും. സത്യത്തിൽ നമ്മൾ ഇതിനുള്ളിൽ കേറുമ്പോഴാണ് നമ്മള് എല്ലാരും നോർമൽ തന്നെയാണ്. എല്ലാരും പാവങ്ങൾ തന്നെയാണ്. എല്ലാരും പാവങ്ങൾ. നീ എന്താ നമ്മക്കെല്ലാവർക്കും വട്ടമുള്ള പോലെ അധികം ഞാൻ അധികം സംസാരിക്കില്ല. അത്രേ ഉള്ളൂ. അധികം പറയാനുണ്ട്. ലൈവ് കഴിഞ്ഞിട്ട് പറയാം. അത് കൊള്ളാം, നല്ല കാര്യം. ലൈവ് പറയാം, ലൈവ് കഴിഞ്ഞിട്ട് പറയാം. പറയാൻ പറ്റില്ല. എന്താ പറഞ്ഞേ? കേക്ക് വിശക്കുന്ന